ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ബാക്കി വെച്ച റോമൻ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് റോമിൽ നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മളിവിടെ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് യാത്ര പറയുകയാണ്. ഇപ്പം ഈ കാണുന്നതാട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ്. ശരിക്കും കുറേ കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാട്ടോ, ഒരു കോട്ടേജ് പോലത്തെ സ്ഥലമാണ്. ഇവിടെ പല കാറ്റഗറിയിലുള്ള റൂമുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ താമസിച്ച ഒരു റൂമാണ്. ഇതിനകത്ത് 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട്, അതേപോലെ തന്നെ ചെറിയൊരു ഓപ്പൺ കിച്ചണും, പിന്നെ നമ്മുടെ ചെറിയൊരു ഡൈനിങ് ഏരിയ. ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമുക്ക് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു കോട്ടേജാണ് ഇവിടെ കാണുന്നത്. ഇത് ജസ്റ്റ് നമുക്കൊരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ബാക്കി റൂം മൊത്തം ഇന്ന് ചുറ്റിക്കറങ്ങി വൈകിട്ടാകുമ്പോഴത്തേനും തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന മിലാനിലോട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. ശരിക്കും ഈ സ്ഥലം കാണാൻ നല്ല അടിപൊളിയാണ്. ശരിക്കും നമുക്ക് കുറേ ആൾക്കാരും നമുക്ക് കുറച്ച് പാർട്ടി ചെയ്യാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണ്. നമുക്ക് സ്വിമ്മിങ് പൂളുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ഭയങ്കര അടിപൊളിയാണ്, കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്ക് ടൈം അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റംസും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പതുക്കെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ ആദ്യം പോയത് പിയാസ വെനീസി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ശരിക്കും ഈ റോം എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ആൻഷ്യൻ റോമിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ. ജൂലിയസ് സീസർ എന്ന രാജാവ് ഇവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഇതിപ്പോൾ ഒരു ക്യാറ്റ് സാങ്ച്വറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആരും നോക്കാനായിട്ടില്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ കഴിയാത്ത പൂച്ചകളെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കാറാണ് പതിവ്. കുറച്ച് നേരം ഇതിന് ചുറ്റും നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങളുടെ റോമൻ യാത്ര വീണ്ടും തുടർന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പിയാസ വെനീസിയ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വിക്ടർ ഇമ്മാനുവൽ II എന്ന് പറയുന്ന രാജാവിൻ്റെ മോണുമെൻറ്റ്. ഇതിന് വിക്ടോറിയാനോ എന്നും പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ ആ ഒരു രൂപഭംഗി കൊണ്ട് ഇതിനൊരു വെഡ്ഡിങ് കേക്ക് അല്ലെങ്കിൽ ഒരു ടൈപ്പ് റൈറ്റർ എന്ന് പല പേരിലൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഈ ഒരു മോണുമെൻ്റ് ഡിസൈൻ ചെയ്തത് ജുസപ്പെ സാക്കോനി എന്ന് പറയുന്ന ആർക്കിടെക്റ്റാണ്. ഇത് പണി കഴിച്ചത് ഏകദേശം ഒരു 1885 തുടങ്ങിയിട്ട് 1935 കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്ടർ ഇമ്മാനുവൽ II എന്ന് പറയുന്ന രാജാവിനെ ആദരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടുത്തെ ഇറ്റലിയിലെ ഫസ്റ്റ് കിങ്ങായ വിക്ടർ ഇമ്മാനുവൽ II ആദരസൂചകമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മോണുമെൻ്റാണ്. റോം ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു നഗരമാണ് കേട്ടോ. പല വിൻറ്റേജ് കാറുകൾ ഇപ്പോഴും ഇതിൻ്റെ നിരത്തുകളിലൂടെ ഓടുന്നുണ്ടെന്നുള്ളത് വളരെ നമ്മളെ സർപ്രൈസ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പതുക്കെ ഇറ്റാലിയൻ സ്ട്രീറ്റിലൂടെ ചെറിയൊരു വാക്ക് പ്ലാൻ ചെയ്ത് കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ചെറിയ ചെറിയ കടകളാണ്. ഇവിടെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കുറേ സോവനീർ ഐറ്റംസൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായ ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പതുക്കെ നമ്മൾ ഇറങ്ങി കേട്ടോ. പോകുന്ന വഴികളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം അതൊരു ക്രിസ്മസിൻ്റെ സീസണായിരുന്നു. ഇവിടെ ഇറ്റലിയിൽ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു വികാരമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇവിടെയുള്ള ആൾക്കാർ മൊത്തം നമ്മുടെ വഴികളും വീടുകളും എല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിക്കും. മെയിൻലി റെഡ് കളർ വെച്ചിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് കേട്ടോ. ഇത് നമ്മൾ കാണുന്നത് ഒരു ഹോട്ടലാണ്. ആ ഹോട്ടൽ ക്രിസ്മസ് പ്രമാണിച്ച് അലങ്കരിച്ചിരിക്കുന്നതാട്ടോ നമ്മളീ കാണുന്നത്. അവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ റോമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ത്രെവി ഫൗണ്ടെയിൻ്റെ അടുത്തേക്കാണ്. ഇതൊരു പാലസിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. അതൊരു വാട്ടർ ഫൗണ്ടെയിൻ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്ത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരും എന്ന ഒരു വിശ്വാസം എല്ലാവർക്കും പരക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പലരും ഇതിലേക്ക് കോയിൻ ടോസ് ചെയ്ത് ഇടുന്നതായിട്ട് കാണാം കേട്ടോ. നമ്മൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞിട്ട് ബാക്കിലോട്ടാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വീഴുന്ന കോയിൻസ് എല്ലാം അവർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഫൗണ്ടെയിന് മുമ്പിൽ നിൽക്കുന്ന ഈ സ്റ്റാച്ചു ഏകദേശം 85 ഫീറ്റിൻ്റെ അടുത്ത്
വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ പോയത് സ്പാനിഷ് സ്റ്റെപ്സ് കാണാനാട്ടോ. ഏകദേശം 135 സ്റ്റെപ്സ് കയറി നമ്മൾ ചെല്ലുന്നത് ഒരു പള്ളിയിലോട്ടാണ്. ഈ പള്ളീനെ താഴ്ഭാഗമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെപ്സാണിത്. ഇതിനെ സ്പാനിഷ് സ്റ്റെപ്സ് എന്നാണ് പറയുക കേട്ടോ. നമ്മൾ കണ്ട സ്പാനിഷ് സ്റ്റെപ്സിൻ്റെ താഴെ ഇങ്ങനെയൊരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു ഫൗണ്ടൈനെ കുറച്ച് നടുക്കിലോട്ട് നമുക്ക് കയറി നിൽക്കാനൊക്കെ ആയിട്ട് പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ സ്പാനിഷ് സ്റ്റെപ്സ് കണ്ട് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യാം കേട്ടോ. നമ്മൾ പന്തിയോൺ കാണാനായിട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ആ ടെമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പോകുന്ന വഴികളെല്ലാം ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്, ടെമ്പിൾ ഓഫ് ഹെഡ്രിയാൻ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പിയാസ ദി പിയേത്ര എന്ന് പറയുന്ന പ്ലേസിലാണ് കേട്ടോ. ഇത് പന്തിയോണിലോട്ട് പോകുന്ന വഴിയിലാണ്. ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് 17th സെഞ്ച്വറിയിലാണ്. AD 145 ഇത് പണി കഴിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ വളരെ പുരാതനമായിട്ടുള്ള ഒരു സ്മാരകമാണ് കേട്ടോ ഈ പന്തിയോൺ എന്ന് പറയുന്നത്. ഇത് ഏകദേശം പണി കഴിക്കപ്പെട്ടിരിക്കുന്നത് BC 25-27 കാലഘട്ടത്തിലാണ്. പിന്നെ അതിനുശേഷം ഒരു 609 AD ഒക്കെ ആയപ്പോഴത്തേനും അത് ഒരു പള്ളിയായിട്ട് മാറ്റപ്പെട്ടു. ബെസിലിക്ക ഓഫ് സെൻറ്റ് മേരി ആൻഡ് ദി മാർട്ടേഴ്സ് എന്നാണ് ഈ പള്ളീനെ അറിയപ്പെട്ടത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ റോമിൻ്റെ മെയിൻ അട്രാക്ഷനായി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട റോമൻ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇതിനെ പറയുന്നതാണ് റോമൻ ഫോറം എന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശേഷിക്കപ്പെട്ട നാഴികക്കല്ലുകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോഴും അവർ ആ ഒരു പ്രാചീനത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അതേപോലെ തന്നെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലേക്കൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറി ഇതൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. Teach me the language of rustling leaves, stories that linger on the breath. നമ്മൾ ഈ കാണുന്നതാണ് മാക്സിൻറ്റേഴ്സിൻ്റെ ബസിലിക്ക എന്ന് പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും ആരാധനാലയത്തിനുപരിയായിട്ട് ഇതൊരു ഗവൺമെൻറ് ഓഫീസ് പോലെയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കൊളോസിയത്തിലെത്തിയത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വൺ ഓഫ് ദ മെയിൻ ഡ്രീം ഡെസ്റ്റിനേഷൻ കൊളോസിയം. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടും റാഡിനും ഫാമിലിയും ഉണ്ടായിരുന്നു. അവർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും പ്ലേസസും ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ റൂമിൽ കവർ ചെയ്യാനായിട്ട് പറ്റിയത്. ശരിക്കും അവരോട് അതിനായിട്ട് ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെ ഇറ്റലിയിലെ റോമിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചരിത്ര സ്മാരകമായിട്ടുള്ള കൊളോസിയം ഇത് ഏകദേശം ഒരു AD 72-80 ഇടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു വമ്പൻ ആംഫി തിയേറ്ററാണ്. 158 മീറ്റർ നീളവും 156 മീറ്റർ വീതിയും 48 മീറ്ററിലധികം ഉയരമുള്ള ഈ ഒരു കെട്ടിടം ഏകദേശം ഒരു 12 നിലയുള്ള ഒരു കെട്ടിടത്തിന് സമാനമാണ് കേട്ടോ. വളരെയധികം മൃഗവേട്ട നാടകങ്ങളും പൊതുശിക്ഷകളും ഒക്കെ ഇവിടെ നടത്തി വന്നിട്ടുണ്ട്. വേദനകളുടെ പല കഥകളും ഇവിടുത്തെ ഓരോ കല്ലിനും പറയാനുണ്ടാവും. കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടവും അതുപോലെ തന്നെ അത്ഭുതവും തോന്നിയ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. നമുക്ക് ഈ കൊളോസിയത്തിൻ്റെ അകത്തേക്കൊക്കെ എൻട്രി ഉണ്ട് കേട്ടോ. നമ്മളതിന് നേരത്തെ കൂട്ടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം. ഇതിൻ്റെ ഉൾഭാഗം ഇപ്പോൾ ഫുൾ തകർന്ന് കിടക്കുകയാണ്. പക്ഷെ നമുക്കത് കാണാനൊക്കെ ആയിട്ട് പറ്റും ഇതിൻ്റെ അകത്ത് കേട്ടോ. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോവാണ്. മനസ്സിന് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നിയ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ നമ്മൾ റോം എന്ന് പറയുന്നത്. അങ്ങനെ റോമിനോട് ഞങ്ങളിവിടെ യാത്ര പറയുകയാണ്. ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഈവനിങ് വൈകിട്ട് നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ നമ്മുടെ റോമൻ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.